ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും അനുഷ ഫാബ്രിക് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ദിവസം ടൈലറിങ് ക്ലാസ് ചെയ്യുന്നതിനെക്കുറിച്ച് വീഡിയോയിൽ പറഞ്ഞിരുന്നു. അപ്പം എല്ലാവർക്കും അനുഷ ലേഡീസ് ടൈലർ ഷോപ്പിൻ്റെ പുതിയ ടൈലറിങ് ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പം ഈ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഈ വീഡിയോയിലേക്ക് തയ്യൽ പഠിക്കാനായിട്ട് ആഗ്രഹിക്കുന്നവരും അതുപോലെ തന്നെ കുറച്ചൊക്കെ തയ്യൽ അറിയാവുന്നവരെയും ഞാൻ ആർദ്രമായി സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ഒരു സാധാരണ വീട്ടിൽ ഉപയോഗിക്കുന്ന സാധാരണ തയ്യൽ മെഷീനിനെ ആദ്യമായിട്ട് പരിചയപ്പെടാം. അതിനു മുമ്പ് നിങ്ങൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. അതുപോലെ തന്നെ ഇതിനെ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തയ്യൽ മെഷീനാണ്, സാധാരണ വീടുകളിൽ ഉപയോഗിക്കുന്ന തയ്യൽ മെഷീനാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ വീട്ടിൽ സിഗ്സാഗ് മെഷീൻ ആണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. സാധാരണ തയ്യൽ മെഷീനും സിഗ്സാഗ് മെഷീനും ഒരേ മെത്തേഡിലാണ് ഉള്ളത്. അപ്പോൾ അതിൻ്റെ മോഡലുകളും ത്രെഡുകൾ ഇടുന്ന വിധവും ഒക്കെ ഞാൻ പരിചയപ്പെടാം. ആദ്യമായിട്ട് ഇതാണ് നമ്മുടെ തയ്യൽ മെഷീൻ വരുന്നത്. ഇങ്ങനെയാണ് വരിക. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഹെഡാണ് ഇത്. ഹെഡ് കറക്കി അതുപോലെ തന്നെ ലെഗ് കാലിൽ ചവിട്ടിയിട്ടാണ് നമ്മൾ ഇത് തയ്ക്കുക. അതുപോലെ ഇതിന് ത്രെഡ് ഇടുന്ന വിധവും മറ്റേ ബോബിൻ കേസും കാര്യങ്ങളും എല്ലാം ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് പരിചയപ്പെടാം. ഇതാണ് ഇതിൻ്റെ സ്കൂൾ പിൻ എന്ന് പറയും. ഇതിലാണ് നമ്മൾ ത്രെഡ് ഇട്ട് ബോബിൻ വൈൻഡ് ചെയ്യുകയും അതുപോലെ തന്നെ ത്രെഡ് നമ്മൾ ഇങ്ങനെ കോർക്കാനായിട്ട് ഉപയോഗിക്കുന്നതിന് വേണ്ടി ഈ ത്രെഡ് ഇവിടെയാണ് വെക്കുന്നത്. അല്ലെങ്കിൽ ഇവിടെ ഈ സ്കൂൾ പിന്നിലും വെക്കാം കേട്ടോ. ഇതിൻ്റെ ബാക്ക് വശത്താണ് സാധാരണ മെഷീൻ്റെ ഈ ഭാഗങ്ങളെല്ലാം. ഈ സൈഡിലാണ് സാധാരണ മെറിറ്റും ഉഷയും ഒക്കെ കൊടുത്തിരിക്കുന്നത്. പക്ഷേ ഇത് സിഗ്സാഗ് മെഷീൻ ആയതുകൊണ്ട് അതിൻ്റെ സെയിം മെത്തേഡ് തന്നെ ഫ്രണ്ട് സൈഡിലാണ് കൊടുത്തിരിക്കുന്നതെന്നുള്ളൂ. വേറെ എല്ലാം സെയിം ആണ്. അതിൻ്റെ ത്രെഡ് ഇടുന്നത് അതും എല്ലാം. അപ്പോൾ നമ്മൾ ത്രെഡ് ഇങ്ങോട്ട് എടുക്കുന്നു എന്ന് മാത്രമേ വ്യത്യാസമുള്ളൂ. അതിന് പകരം ഇതിനെ ഫ്രണ്ടിലേക്ക് മാത്രം എടുക്കുന്നതാണ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ത്രെഡ് ഇടാനായിട്ട് ഇവിടെ ത്രെഡ് ഇട്ടിട്ടുണ്ട്. ആ ത്രെഡിൽ നിന്ന് എടുത്ത് ഇവിടെ ഈ ഫസ്റ്റ് ഹോൾസിലൂടെ എടുത്ത് സെക്കൻഡ് ഹോൾസിലേക്ക് വലിച്ചെടുക്കുക. അതിനുശേഷം ഇതിൻ്റെ ഇടയിൽ ഒരു റിങ്ങുണ്ട്. ഈ റിങ്ങിൻ്റെ ഇടയിൽ ഒരു കമ്പി വളഞ്ഞിരിപ്പുണ്ട്. അകത്തേക്ക് ഈ നൂല് ഇതിനെ അകത്തേക്ക് കടത്തി വിടുക. അതിന് ഈ സ്പ്രിങ് ഉണ്ടല്ലോ, ഈ സ്പ്രിങ്ങിൻ്റെ ഇടയ്ക്കോടെ എടുക്കുക. ഈ സ്പ്രിങ്ങിൻ്റെ ഇടയ്ക്കോടെ എടുത്ത ശേഷം ഇതിൻ്റെ മേലെ ഈ കമ്പി വളഞ്ഞിരിപ്പുണ്ടല്ലോ, ഈ കമ്പിയിൽ കൂടെ ഉള്ളിലേക്ക് ഇടുക. അതിനുശേഷം ഈ പൊങ്ങും താഴുകയും ചെയ്യുന്ന ഈ കമ്പി ഉണ്ടല്ലോ, ഈ കമ്പിയിൽ നമ്മൾ അടുത്തതായിട്ട് നൂല് കോർക്കണം. ഈ നൂല് കോർത്ത് അതിനുശേഷം ഇതിനെ താഴേക്ക് വലിച്ചെടുക്കണം. നൂല് കോർത്ത് അതിനുശേഷം ഇവിടെ ഒരു കുറുക്ക് കണക്ക് ഒരു റൗണ്ട് കണക്ക് ഒരു കമ്പിയുണ്ട്. അതിൻ്റെ ഉള്ളിൽ കൂടെ ഇട്ട ശേഷം ഇവിടെ ഒരു കമ്പി സാധാരണ കാണും, അതിൽ കൂടെ ഇങ്ങനെ കൊണ്ടിടുക. ഇതിനില്ല. അപ്പോൾ അതിനുശേഷം ഇതിൻ്റെ ഈ സിഗ്സാഗ് മെഷീൻ്റെ സ്ട്രെയിറ്റ് ആയിട്ടാണ് നീഡിലുള്ളത്. പക്ഷേ നമ്മൾ സൈഡിൽ നിന്ന് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്കാണ് മറ്റുള്ള സാധാരണ മെഷീൻ്റെ കോർക്കുക. അപ്പോൾ നമ്മൾ ലെഫ്റ്റിൽ നിന്ന് സൈഡിലേക്ക് കോർക്കാനായിട്ട് നിങ്ങൾ മറക്കരുത്. അത് നീഡിലിടുന്നതും ലെഫ്റ്റിലേക്കാണ്. അതിൻ്റെ പോയിന്റ് അല്ലെങ്കിൽ ഇവിടെ ഒരു ലൈൻ ഉണ്ട്. ഈ ലൈന് ലെഫ്റ്റിലേക്കാണ് തിരിച്ചു വെച്ചിട്ട് നീഡിൽ ഇടുന്നത്. ഇപ്പോൾ ഇതിൻ്റെ ഫ്രണ്ടിലേക്ക് ഈ സിഗ്സാഗ് മെഷീൻ എല്ലാം തന്നെ ഇങ്ങനെ തന്നെയാണ്. അപ്പോൾ ഫ്രണ്ടിലേക്കാണ് നമ്മൾ കോർത്ത് വെക്കുക. ഇപ്പോൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന്. ഇതാണ് ഹെഡ്, മെഷീൻ്റെ ബോഡിയാണ് ഇത്. അതുപോലെ തന്നെ ഇതിൻ്റെ സ്കൂൾ പിന്നാണ്, ത്രെഡ് ഇടുന്ന പിന്നാണിത്. ഇതാണ് ഇതിൽ ത്രെഡ് കോർക്കുന്നു. ആദ്യം നമ്മൾ ഇതിൻ്റെ ഇടയിൽ സ്പ്രിങ്ങിൻ്റെ ഇടയിൽ ത്രെഡ് കറക്റ്റായിട്ട് വിട്ട് വലിച്ച ശേഷം അതിനുള്ളിൽ പോയിട്ടൊന്ന് ചെക്ക് ചെയ്യണം. എന്നിട്ട് ഈ കമ്പി വളഞ്ഞിരിക്കുന്ന ഈ കമ്പിയിൽ കൂടി എടുത്ത് മേലോട്ടെടുത്ത് മേലത്തെ ഈ സ്കൂളിലൂടെ ഇട്ട് താഴോട്ട് എടുക്കുന്നു. താഴോട്ടെടുത്ത് ഈ റൗണ്ടായിട്ടിരിക്കുന്ന ഇതിൻ്റെ ഉള്ളിലൂടെ ഇട്ട്
കമ്പി ഉണ്ടാവും. ആ കമ്പിയിൽ കൊളുത്തിയ ശേഷം വേണം നീഡിലോട്ട് കൊണ്ടുപോകാൻ. നീഡിൽ കൊളുത്തുമ്പോൾ മാത്രം ശ്രദ്ധിക്കുക, സാധാരണ തയ്യൽ മെഷീൻ്റെ നീഡിലിൻ്റെ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ടാണ് കൊടുക്കുക. അതായത് ഇടത്തെ കൈ കൊണ്ട് ഇങ്ങോട്ടേക്ക് നമുക്ക് പുറത്ത് എടുക്കാവുന്നതാണ്. ഇത് സിഗ്സാഗ് മെഷീൻ ആയതുകൊണ്ട് മാത്രം നമ്മൾ ഫ്രണ്ടിൽ നിന്ന് ബാക്കിലോട്ടാണ് കൊടുക്കുന്നത്. പിന്നെ ഇതാണ് ബോബിൻ കേസ് എന്ന് പറയുന്ന സംഭവം. ഇത് ബോബിനാണ്, ഇത് ബോബിൻ കേസാണ്. അപ്പം ഈ ബോബിൻ കേസിൻ്റെ അകത്താണ് നമ്മൾ ബോബിൻ ഇടുക. അപ്പോൾ ഇതിൻ്റെ ത്രെഡ് ഇടുന്നതിന് വേണ്ടി ഇതിങ്ങനെ ബോബിൻ നമ്മൾ ചുറ്റുന്നത് വിധം ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇത് ഈ അകത്തേക്ക് ഇട്ടിട്ട് ഇതിലെ ഒരു ലൈൻ ഉണ്ടാകും കട്ടിങ്, അതിനകത്തോടെ ഇങ്ങോട്ട് ഇങ്ങോട്ട് വലിക്കുക, അത്രേ ഉള്ളൂ. അത് 1-2 വട്ടം ഇട്ട് കഴിയുമ്പോൾ നമുക്കത് ഈസി ആയിട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പം നമ്മൾ ആ ബോബിൻ കേസ് ഇങ്ങനെ ഇടുക, കണ്ടോ, ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് പതുക്കെ ഈ ഹോൾസിലൂടെ ഇങ്ങനെ വലിക്കുക. പിന്നെ ഇങ്ങോട്ട് തിരിക്കരുത്, ഒരു സൈഡിലോട്ട് റൈറ്റിലേക്ക് മാത്രമാണ് തിരിക്കാൻ, ഒരു ലെഫ്റ്റിലോട്ട് ബോബിൻ തിരിയാൻ പാടില്ല. അത് ബോബിൻ ത്രെഡ് കട്ടാകുന്നതിനും നൂല് കുരുങ്ങുന്നതിനൊക്കെ ഇടയാകും, അത് ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെ ഇതിന് ബോബിൻ ചുറ്റുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ മേലെയുള്ള ഈ ത്രെഡ് ഉണ്ടല്ലോ, ഇതിന് ഊരിയെടുത്ത ശേഷം ഇതിൽ ബോബിനേൽ ഇങ്ങനെ ചുറ്റി കൊടുക്കുക. ഈ ബോബിനേൽ ചുറ്റി കൊടുക്കുക. അതിനുശേഷം ഇവിടെ ഒരു ഇതുണ്ടായിരിക്കും, ബോബിൻ ചുറ്റിനെ ഒരു കാണി ഉണ്ടാവും, അതിലേക്ക് നമ്മളിത് ഇതിൽ ഇട്ട് കൊടുക്കണം. സാധാരണ മെഷീനിൽ അങ്ങനെയാണ്. ഇപ്പോൾ ഈ മെഷീനിൽ നമ്മൾ കമ്പി ഉപയോഗിച്ച് കുറേ പഴയ മെഷീനാണിത്, അതുകൊണ്ട് അതിൻ്റെ പാർട്സ് ഇവിടെ തേഞ്ഞ് പോയിട്ടുണ്ട്. അപ്പോൾ അത് കാണിക്കാൻ പറ്റത്തില്ല. നമ്മൾ ഇങ്ങനെ സ്ക്രൂ ഡ്രൈവർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിലിട്ട ശേഷം ഇങ്ങനെ ഇത് പവർ മെഷീനാണ്, അപ്പോൾ എനിക്ക് ഇതിൽ ചെയ്യാൻ പറ്റത്തില്ല, പവർ അറ്റാച്ച്ഡ് ആണ്, നമ്മൾ ലെഗ് എടുത്ത് തയ്ക്കാൻ പറ്റത്തില്ല. ഇത് കറക്കി കൊടുത്തിട്ട് നമ്മൾ ഇത് പതുക്കെ ഇവിടെ വെച്ച് കഴിയുമ്പോൾ അത് തന്നെ വൈൻഡായി വരുന്നതാണ്. അപ്പം സ്പീഡിൽ അധികം അടിക്കാൻ നോക്കുക, പിന്നെ കറക്റ്റായിട്ട് ചുറ്റാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ഇന്നിവിടെ കാണിച്ചു തരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിങ്ങൾക്ക് കമൻറ്റുകൾ അയക്കാവുന്നതാണ്. അതും അല്ലെങ്കിൽ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്, അതിൽ സെപ്പറേറ്റ് ആയിട്ട് നിങ്ങൾക്ക് ഡൗട്ടുള്ള ഭാഗങ്ങൾ എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ നിങ്ങളുടെ ഡൗട്ടുകൾ ക്ലിയർ ആക്കി തരുന്നതാണ്. നിങ്ങളുടെ സംശയങ്ങൾക്ക് എല്ലാം ഞാൻ വാട്സപ്പ് നമ്പറിൽ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുകയും മെസ്സേജ് അയക്കുകയും ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ്. നമുക്ക് അടുത്ത ദിവസം ബാലൻസ് ക്ലാസ് തുടങ്ങാം. ഓക്കെ, താങ്ക് യു.